നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തലവൻ CJ റോയ് സ്വയം ജീവിതം അവസാനിപ്പിച്ചതോ അതോ നിശബ്ദനാക്കപ്പെട്ടതോ? സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ ആണോ എന്ന സംശയം പോലും ചിലർക്കുണ്ട്. CJ റോയിയുടെ ഓഫീസിലെ CCTVകൾ ആ സമയം ഓഫായ നിലയിൽ. ആരും കേൾക്കാത്ത വിധം സൈലൻസർ ഘടിപ്പിച്ച തോക്കുപയോഗിച്ചായിരുന്നു ആ മരണം. നമ്മൾ പുറത്തു കേൾക്കുന്ന വാർത്തകളും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. CJ റോയിയുടെ ജീവിതം പോലെ തന്നെ ഏറെ ദുരൂഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും. ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദം മൂലമാണ് CJ റോയിയുടെ മരണം എന്ന വാദം ഇപ്പോൾ ചിലർ തള്ളിക്കളയുന്നു. ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അറസ്റ്റ് ഭയന്ന് CJ റോയി ആത്മഹത്യ ചെയ്തു എന്ന വാദം തികച്ചും തെറ്റാണ്. ആദായനികുതി വകുപ്പിന് വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. റോയിയെ 3 ദിവസം തടഞ്ഞുവെച്ച് റെയ്ഡ് നടത്തി എന്നും CJ റോയിയുടെ വീട്ടുകാർ ആരോപിക്കുന്നു. അങ്ങനെയെങ്കിൽ റോയിയുടെ മൊബൈൽ ഫോണും തോക്കുമൊക്കെ എങ്ങനെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ എത്താതിരുന്നു? സാധാരണഗതിയിൽ ഒരു റെയ്ഡ് തുടരുമ്പോൾ ഒരാൾക്ക് അയാളുടെ സ്വകാര്യ മുറിയിൽ കയറി കതക് പൂട്ടാനുള്ള അവകാശം ലഭിക്കില്ല. എനിക്ക് അമ്മയോട് സംസാരിക്കണം, കുറച്ച് സ്വകാര്യത വേണം, കുറച്ചു സമയത്തേക്ക് ക്യാബിനിലേക്ക് ആരെയും കടത്തിവിടരുത്. തൻ്റെ കമ്പനിയുടെ MD TA ജോസഫിനോട് CJ റോയ് പറഞ്ഞതിങ്ങനെ. ഇതിനെ തുടർന്ന് CJ റോയിയുടെ മുറിയിൽ നിന്ന് ജോസഫ് പുറത്തിറങ്ങി. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ മുറി അകത്ത് നിന്ന് പൂട്ടിയ നിലയിൽ. ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷമാണ് കതക് ചവിട്ടി തുറന്ന് ജോസഫ് മറ്റ് ജീവനക്കാരുമൊക്കെ ക്യാബിനുള്ളിലേക്ക് കടന്നത്. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ചില സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. CJ റോയിയുടെ കൈവശം ഇത്തരമൊരു തോക്കുണ്ടായിരുന്നു എന്ന് ജീവനക്കാർക്കാർക്കും അറിയില്ല. പ്രത്യേകിച്ച് എപ്പോഴും സദാ സന്തത സഹചാരിയായിരുന്ന ജോസഫിന് പോലും. ആദായനികുതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തലത്തിലുള്ള പിഴ ഒടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ CJ റോയിയുടെ കയ്യിലുണ്ട്. ആദായനികുതി വകുപ്പ് അധികൃതരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു മരണമെങ്കിൽ CJ റോയ് എന്തുകൊണ്ട് ആ തോക്കെടുത്ത് ഉദ്യോഗസ്ഥരുടെ നേർക്ക് തിരിഞ്ഞില്ല? ഇവിടെയാണ് ദുബായിൽ നിന്നും ബംഗളൂരുവിലേക്ക് CJ റോയ് പറന്നെത്തിയ ചില സംശയങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. CJ റോയ് ക്യാബിനിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് റോയിയുടെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. റോയ് ഭയപ്പെടുന്നതെന്തോ ആ ലാപ്ടോപ്പിലുണ്ട് എന്ന് വ്യക്തം. ഇക്കഴിഞ്ഞ ആഴ്ച തന്നെ റോയിയുടെ ബംഗളൂരുവിലെ ഫയലുകൾ IT സംഘം സീൽ ചെയ്തിരുന്നു. എന്നാൽ ഏറെ ദുരൂഹതയുണർത്തുന്ന മറ്റൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം റെയ്ഡ് പൂർണ്ണമായും ക്യാമറയിൽ പകർത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ക്യാമറ കണ്ണിന് മുന്നിൽ ഈ മരണം എങ്ങനെ ഒളിച്ചുവെച്ചു? ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ജോസഫ് തിരികെ ക്യാബിനിലേക്ക് വരുമ്പോൾ അകത്ത് പ്രവേശിക്കാൻ സെക്യൂരിറ്റി അനുവദിക്കുന്നില്ല. ആരെയും ക്യാബിനിലേക്ക് കയറ്റിവിടരുത് എന്ന് CJ റോയ് സാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. 10 മിനിറ്റുകൾക്ക് ശേഷം ജോസഫ് ക്യാബിന് മുന്നിലെത്തി. വാതിലിൽ മുട്ടി. എന്നാൽ അകത്തുനിന്ന് പ്രതികരണമില്ല. മരണത്തിന് തൊട്ടു മുൻപ് CJ റോയിയെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് നൽകിയ മൊഴി. വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായിരുന്നില്ല എന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉച്ചയോടെയാണ് CJ റോയ് തന്റെ ഓഫീസിലെത്തിയത്. തുടർന്ന് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ കോൺഫറൻസ് ഹാളിൽ വെച്ച് കാണാം എന്ന് റോയ് പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ ക്യാബിനിലേക്ക് പോയത്. CJ റോയ് കടന്നു വന്ന വഴികളെക്കുറിച്ച് നമ്മൾ തിരയുമ്പോഴാണ് അതിനേക്കാൾ ഒട്ടും കഠിനമായിരുന്നില്ല IT വകുപ്പ് നടത്തിയ റെയ്ഡ് എന്ന് തിരിച്ചറിയുന്നത്. 2 സാധ്യതകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. റോയ്ക്ക് മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നോ? മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ CJ റോയ് അനുഭവിച്ചിരുന്നു. 2019 ശേഷമുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കോണമിക് ഇൻ്റലിജൻസ് ബ്യൂറോ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു. ഇത് CJ റോയിയെ മാത്രം ബാധിച്ചിരുന്ന ഒരു റെയ്ഡല്ല. റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പുകളിലേക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിഞ്ഞത്. തുടർ നടപടികളുടെ ഭാഗമായി 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാൻ കേന്ദ്ര അന്വേഷണ വിഭാഗം തീരുമാനമെടുത്തിരുന്നു. റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കർണാടക ആഭ്യന്തര വകുപ്പ് രൂപം നൽകി. DIG വംശി കൃഷ്ണയ്ക്കാണ് ചുമതല. ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷും സംഘത്തിലുണ്ട്. റോയിയുമായി അടുപ്പമുള്ള ചിലരെ നേരത്തെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. ഡിസംബറിലെ IT റെയ്ഡിന് ശേഷം CJ റോയ് നേരെ ദുബായിലേക്ക് പറന്നു.
പിന്നീട് ബംഗളൂരുവിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം മടിച്ചിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഏത് തലത്തിലുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തെ ബാധിച്ചത്? CJ റോയ് ആരായിരുന്നുവെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നിന്ന് വേണം റോയിയുടെ പശ്ചാത്തലവും കല്ലും മുള്ളും നിറഞ്ഞ ഇന്നലകളുമൊക്കെ മനസ്സിലാക്കാൻ. റോയിയുടെ മരണത്തിന് പിന്നാലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യത്യസ്തമായ ധാരാളം കമൻറ്റുകൾ കാണുന്നു. എന്തിനാണ് കൈനിറയ പണം? അത്യാഡംബര ജീവിതം നയിക്കുന്ന പലരുടെയും സ്ഥിതി ഇത്തരത്തിലാണ്. കമൻറ്റുകൾ പലവിധത്തിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു. എന്നാൽ നിറം പിടിപ്പിച്ച ഈ ജീവിതകഥകൾക്കപ്പുറത്ത് CJ റോയ് ഏതൊക്കെ തലത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിച്ചിരുന്നു. തനിക്ക് ചുറ്റും എപ്പോഴും ഒരു ഭയം ചൂഴ്ന്നിരുന്നു CJ റോയിയെ. എപ്പോഴും ഒരു ഭയം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ITC ഗാർഡേനിയ എന്ന ഹോട്ടലിൽ സാധാരണയായി റോയി റൂമെടുക്കാറുണ്ട്. അത് വെറുമൊരു റൂമെടുപ്പ് മാത്രമല്ല, അതിഥികളെ സ്വീകരിക്കാനും മറ്റ് ബിസിനസ് ചർച്ചകൾക്കുമൊക്കെ തൻ്റെ ഓഫീസിനേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് ITC ഗാർഡേനിയ എന്ന ഹോട്ടൽ. ആ ഹോട്ടലിലെ ഒരു ഫ്ലോർ നിറയെ അദ്ദേഹം ഇങ്ങ് ബുക്ക് ചെയ്യും. ഒരു മുറിയിൽ സ്വസ്ഥമായി താമസിക്കേണ്ട റോയി എന്തിനാണ് ആ ഹോട്ടലിൽ നിരവധി മുറികൾ ഒരേ സമയം ബുക്ക് ചെയ്യുന്നത്? അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്തോ ഭയം വേട്ടയാടിയിരുന്നു. തൊട്ടടുത്ത മുറികളിൽ അപരിചിതർ താമസിക്കുന്നുവെങ്കിൽ റോയി അസ്വസ്ഥനാകും. അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിലെ ഒരു നിര റൂമുകൾ ബുക്ക് ചെയ്ത് തൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ റോയ് ശ്രദ്ധിച്ചിരുന്നു. ആ ഫ്ലോറിലേക്ക് കയറി വരുന്ന ഒരു ലിഫ്റ്റ് അത് എക്സ്ക്ലൂസീവായി തനിക്ക് വേണമെന്ന് റോയ് ആവശ്യപ്പെടും. അതിനു പിന്നിലും ഒരൊറ്റ കാരണം മാത്രം. ലിഫ്റ്റിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ അപരിചിതരുടെ സാന്നിധ്യം റോയ് ഭയപ്പെട്ടിരുന്നു. ബംഗളൂരുവിലെ യാത്രകളിൽ 12 മുതൽ 15ഓളം സുരക്ഷാ അംഗങ്ങളെ ഉൾപ്പെടുത്തും എപ്പോഴും CJ റോയി. ബോഡി ഗാർഡുകളെ ഒപ്പം കൂട്ടിയുള്ള CJ റോയിയുടെ യാത്ര. റോയിയുടെ ഇന്നലകളിൽ നിന്ന് നമ്മൾ പലതും തിരിച്ചറിയണം. അവിടെ നിന്ന് വേണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കാനും. HP പോലുള്ള ഒരു കമ്പനിയിൽ ഒരു സാധാരണ ജീവനക്കാരനായി തൻ്റെ ജീവിത തുടക്കമിട്ടു CJ റോയി. എന്നാൽ പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത് കൊല്ലത്തുകാരനായ ഫെർണാണ്ടസ് എന്ന വ്യക്തിയിലൂടെ. ഫെർണാണ്ടസ് CJ റോയിയെ തൻ്റെ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫായി നിയോഗിച്ചു. CJ റോയ്ക്കൊപ്പം മറ്റൊരു സ്റ്റാഫ് അംഗം കൂടി ഫെർണാണ്ടസിനുണ്ട്. നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ നമ്പൂതിരിയും CJ റോയിയും 2 വൻ തൂണുകളായി ഫെർണാണ്ടസിനൊപ്പം നിന്നു. ഇവരുടെ പ്രവർത്തന മികവ് കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഫെർണാണ്ടസ് ഉയർച്ചകളുടെ പടവുകളിലേക്ക് ചവിട്ടിക്കയറി. എന്നാൽ പിന്നീട് ഫെർണാണ്ടസിന് എല്ലാം പിഴച്ചു. ഫെർണാണ്ടസിന് തൻ്റെ ബിസിനസ് സാമ്രാജ്യം തകരുന്നുവെന്ന് ബോധ്യമായി. പിന്നീട് ബംഗളൂരു മലയാളികൾക്കിടയിൽ വലിയ ചർച്ചകൾ പടർന്നു. ആ ചർച്ചയിൽ ഒരൊറ്റ കാര്യമാണ് മലയാളികൾ ഊന്നിപ്പറഞ്ഞത്. ഫെർണാണ്ടസിനെ ചതിച്ചത് CJ റോയിയും നമ്പൂതിരിയും ചേർന്നാണ്. അവർ ഫെർണാണ്ടസിന് പല ക്ലയൻറ്റുകളെയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഫെർണാണ്ടസിൻ്റെ ഫേൺഹിൽ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്നിറങ്ങിയ CJ റോയിയും ക്രിസ്റ്റൽ നമ്പൂതിരിയും ചേർന്ന് മറ്റൊരു കമ്പനിക്ക് തുടക്കമിട്ടു. പണം മുടക്കൊക്കെ നമ്പൂതിരിക്ക്. CJ റോയിയെ അതിലൊരു വർക്കിംഗ് പാർട്ണറാക്കി ചേർത്തു. അങ്ങനെ ബംഗളൂരുവിൽ തുടക്കമിട്ട ക്രിസ്റ്റൽ ഗ്രൂപ്പ് ജോഡിയുടെക്കുള്ളിലാണ് അത്ഭുതകരമായ വളർച്ച പ്രകടിപ്പിച്ചത്. CJ റോയ് തന്നെയായിരുന്നു ആ വളർച്ചയുടെ കാരണക്കാരൻ എന്ന് നമ്പൂതിരിയും തിരിച്ചറിഞ്ഞു. നമ്പൂതിരി വലിയ സ്വാതന്ത്ര്യമാണ് തൻ്റെ ബിസിനസ് സ്ഥാപനത്തിലും കുടുംബത്തിലുമൊക്കെ CJ റോയ്ക്ക് നൽകിയത്. എന്നാൽ പിന്നീട് CJ റോയിയുടെ ഒരു പെരുമാറ്റം അത് നമ്പൂതിരിയുടെ ഹൃദയം തകർത്തു. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉടലെടുത്തു. തുടർന്ന് നമ്പൂതിരി CJ റോയിയെ ഒഴിവാക്കുന്ന ഘട്ടത്തിലെത്തി. വലിയ നഷ്ടപരിഹാരം വാങ്ങിയാണ് CJ റോയി നമ്പൂതിരിയുടെ കമ്പനിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. വലിയ ബ്ലാക്ക് മെയിലുകൾ അതിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് ഇപ്പോഴും ബംഗളൂരു മലയാളികൾ വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നിറങ്ങിയ CJ റോയ് പിന്നീട് അത്ഭുതകരമായ ചില ചുവടുവയ്പ്പുകൾ ബംഗളൂരുവിൽ നടത്തുന്നു. CJ റോയ് എന്നും അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ വളർത്തുവന്ന വ്യക്തിയാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ആദ്യം ബംഗളൂരുവിൽ കൃത്യമായി വേരോട്ടമുണ്ടാക്കാനുള്ള കാരണവും ഇതേ CJ റോയിയുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് MD നമ്പൂതിരിയുടെ ഭാര്യ ലത നമ്പൂതിരിക്കായിരുന്നു അന്ന് അഡ്മിനിസ്ട്രേഷൻ ചുമതല. നമ്പൂതിരി സാധാരണ മാർക്കറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രോജക്റ്റുകൾ സെറ്റ് ചെയ്യുന്നതും നടപ്പാക്കുന്നതുമൊക്കെ CJ റോയിയുടെ ഉത്തരവാദിത്വം. ക്ലയൻറ്റുകളിൽ നിന്ന് ക്ലയൻറ്റുകളിലേക്ക് അദ്ദേഹം പകർനാട്ടം നടത്തി. എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നിറങ്ങിയ CJ റോയ് പിന്നീട് അത്ഭുതങ്ങളാണ് വിരിയിച്ചത്.
സർജാപൂരിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. പണ്ട് ഫെർണാണ്ടസിനൊപ്പം പ്രവർത്തിച്ചിരുന്നപ്പോൾ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു, ഇനി വളർന്നു വരുന്നത് സർജാപൂരും ഹോസ്കോട്ടുമൊക്കെയാണ്. അങ്ങനെ സർജാപൂരിലെത്തിയ CJ റോയ് അവിടെയുള്ള പാവപ്പെട്ട ഭൂവുടമകളെ കണ്ട് വിലപേശൽ നടത്തി ചെറിയ തുക കൊടുത്ത് വലിയ കരാറുകളിൽ ഏർപ്പെട്ടു. അന്നൊക്കെ അത്തരം കരാറുകളെ ലോക്ക് എന്നാണ് പറയുന്നത്. ധാരാളം ഭൂമി സ്വന്തമാക്കിയുള്ള ലോക്ക് അത് കൃത്യമായി ഇടാൻ CJ റോയ്ക്ക് കഴിഞ്ഞു. കരാർ കാലാവധി കഴിഞ്ഞിട്ടും പലരുടെയും രജിസ്ട്രേഷൻ നടന്നില്ല. എന്നാൽ ചില രാഷ്ട്രീയ നേതാക്കളെയും ഗുണ്ടകളെയും ഒക്കെ ഉപയോഗിച്ച് ആ ഭൂവുടമകളെ ഭയപ്പെടുത്തി അങ്ങനെ ദീർഘകാലം എഗ്രിമെൻ്റ് കാലാവധി നീട്ടിയെടുത്തു. ഇതിനിടയിൽ സ്ഥലവില പല മടങ്ങായി വർദ്ധിച്ചു. സ്ഥലം വിറ്റുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇടങ്ങൾ സ്വന്തമാക്കാൻ CJ റോയ്ക്ക് കഴിഞ്ഞു. സർജാപൂരിലെ പരീക്ഷണം വിജയിച്ചപ്പോൾ നേരെ ഹോസ്കോട്ടിലേക്ക്. ആ കാലഘട്ടത്തിലായിരുന്നു IT കമ്പനികളുടെയും ബംഗളൂരു എയർപോർട്ടിൻ്റെയും ഒക്കെ ഉദയം. അത് സർജാപൂരിൻ്റെയും ഹോസ്കോട്ടിൻ്റെയും ഒക്കെ മുഖച്ഛായ മാറ്റി. ബംഗളൂരു നഗരം വളർന്നുകൊണ്ടിരുന്നു. തൻ്റെ വില്ല പ്രോജക്റ്റുകൾ, പിന്നീട് ഫ്ലാറ്റ് പ്രോജക്റ്റുകൾ, വലിയ ലാൻഡ് ബാങ്കിങ് സ്വന്തമാക്കിയതുകൊണ്ട് CJ റോയ്ക്ക് അതൊക്കെ നിഷ്പ്രയാസം കഴിഞ്ഞു. രാഷ്ട്രീയക്കാരുടെ അരുമയായി മാറി. ഒപ്പം സിനിമാ ലോകത്ത് വലിയ ചൂടുവയ്പ്പുകൾ CJ റോയ് നടത്തി. സിനിമ നടീനടന്മാരുമായുള്ള ബന്ധം തന്നെയായിരുന്നു റോയ് ആഗ്രഹിച്ചത്. ഇതുവഴി സാധാരണ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാൻ കഴിയും. CJ റോയുടെ അഗ്രസീവ് ബിസിനസ് സ്ട്രാറ്റജി കണ്ട് അന്ന് റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ പോലും അമ്പരന്നിരുന്നു. അത്തരമൊരു സ്ട്രാറ്റജിയാണ് കേരളത്തിലെ ഏഷ്യാനെറ്റ് അന്ന് നടത്തിയ ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടിക്ക് വിജയിക്ക് നൽകിയ ഒരു ഫ്ലാറ്റ്. 40 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് നൽകുമ്പോൾ മറുവശത്ത് കസ്റ്റമേഴ്സൊക്കെ നടുങ്ങി നിൽക്കുന്ന കാഴ്ച. ഈ അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ തൻ്റെ ഫ്ലാറ്റുകൾ യഥേഷ്ടം വിറ്റഴിക്കാൻ CJ റോയ്ക്ക് കഴിഞ്ഞു. നൊടിയിടയ്ക്കുള്ളിലാണ് റോയിയുടെ വളർച്ച. അത്ഭുതകരമായ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ പല സത്യങ്ങളും പുറത്തേക്ക് വന്നു. CJ റോയുമായി ബന്ധപ്പെട്ട് നിരവധി ഭൂവുടമകൾ വിവാദങ്ങൾ ഉയർത്തി രംഗത്തെത്തി. തങ്ങളുടെ ഭൂമി നിസ്സാര വിലയ്ക്ക് തട്ടിയെടുത്തു എന്നതായിരുന്നു അവരുടെ പരാതി. എന്നാൽ അവരൊക്കെ ഒതുക്കപ്പെട്ടു. മറുവശത്ത് CJ റോയെ ഈ കാലഘട്ടത്തിൽ ഒരു ഭയം പിടികൂടി. ആദ്യം തനിക്ക് നേരെ ഏതോ ഒരു ശത്രു വരുന്നുണ്ട് എന്ന മട്ടിലായിരുന്നു റോയിയുടെ പെരുമാറ്റം. ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട് നടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, ഭയപ്പെട്ടു. മറുവശത്ത് ആരെങ്കിലും തന്നെ അപായപ്പെടുത്തുമെന്ന് എപ്പോഴും റോയിയുടെ ഉള്ളിൽ അമിതമായ ഉത്കണ്ഠ. അതുകൊണ്ടാണ് സ്വയരക്ഷയ്ക്ക് ഒട്ടനവധി അംഗരക്ഷകരെ കൂട്ടിയുള്ള ഈ യാത്ര. ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു അഗ്രസീവ് സ്ട്രാറ്റജിയാണ് CJ റോയ് പുറത്തിറക്കിയത്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സ്വകാര്യ വിമാനം സംഘടിപ്പിച്ചു. പിന്നീട് സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും പത്രപ്രവർത്തകരെയും ഒക്കെ ആ വിമാനത്തിൽ കയറ്റി ചുറ്റിയടിച്ചു. തൻ്റെ അത്ഭുത ജീവിത കഥ അവർക്ക് പറഞ്ഞുകൊടുത്തു. ലംബോർഗിനിയും റോൾസ് റോയ്സും ഒക്കെ നിറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാർ ശേഖരം മറ്റുള്ളവരെ കാട്ടി അവരെ അമ്പരപ്പിച്ചു. തനിക്ക് ആകാശത്ത് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഞെട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിത ശൈലി ഇതൊക്കെ കണ്ട് കണ്ണുമിഴിച്ച് നിൽക്കുകയായിരുന്നു അക്കാലത്ത് കേരളത്തിലെ ചില പത്രപ്രവർത്തകർ. മറുവശത്ത് പത്രങ്ങൾക്കും ചാനലുകൾക്കുമൊക്കെ വാരിക്കോരിയുള്ള പരസ്യം. ഇതുമൂലം മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാൻ എന്ന തലത്തിലൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ എഴുതി. CJ റോയുടെ അത്ഭുത ജീവിതം അങ്ങനെ കേരളത്തിന് മുന്നിൽ പലവട്ടം തുറക്കപ്പെട്ടു മാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ. CJ റോയ് അകന്നതിൽ പിന്നെ നമ്പൂതിരിക്ക് ഗതികേടുകളുടെ പൊടിപൂരമായിരുന്നു. നമ്പൂതിരിയെ തകർക്കുകയായിരുന്നു ആദ്യകാലത്ത് CJ റോയിയുടെ ലക്ഷ്യം. നമ്പൂതിരിയും ഒട്ടനവധി തരികിടകളിൽ ചെന്നുവിട്ടു. തുടർന്ന് നമ്പൂതിരിയുടെ സ്ഥാപനം പ്രതിസന്ധിയിൽ. ഇടയ്ക്ക് ലതാ നമ്പൂതിരി പോലും ജയിലിലായി. എന്നാൽ അതിനിടയിൽ ബിസിനസ്സിൽ ശരവേഗത്തിലുള്ള പാച്ചിലായിരുന്നു CJ റോയ്. CJ റോയ് 2023 ഒടുവിൽ ദുബായിൽ തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ തീരുമാനമെടുത്തു. അതാണിപ്പോൾ എല്ലാറ്റിനുമൊടുവിൽ റോയിയെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള മുഖ്യ കാരണവും. ബംഗളൂരു നഗരത്തിൽ ഒരു സാധാരണ ബേക്കറി നടത്തിയിരുന്നയാളാണ് ഈ CJ റോയിയുടെ പിതാവ്. വെറുമൊരു ബേക്കറിക്കാരൻ്റെ മകൻ ബംഗളൂരു നഗരത്തിൽ സ്വന്തം സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് പുതിയ ചുവടുവയ്പ്പുകൾ നടത്തിയത് അത്ഭുതത്തോടെയാണ് ബംഗളൂരു മലയാളികൾ നോക്കിക്കണ്ടത്. എന്നാൽ മലയാളത്തിലെ മാധ്യമങ്ങൾ നൽകുന്ന വാഴ്ത്തുപാട്ടുകൾക്കപ്പുറത്ത് ബംഗളൂരു മലയാളികൾ ചിലതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. റോയിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ദുരൂഹമായ പലതുമുണ്ട്. ആ ഭയം അദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടിയിരുന്നു.
ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം ഭയന്നിരുന്നു എന്ന് വ്യക്തം. അവിടെയാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡും ആ ലാപ്ടോപ്പിനുമൊക്കെ കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിനെ കുറിച്ച് ഏതെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റോറി ഏതെങ്കിലും ഒരു മാധ്യമത്തിലോ ചാനലിലോ വന്നാൽ അദ്ദേഹം അസ്വസ്ഥനാകും. തൻ്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള അമിത ഉത്കണ്ഠ, ഇത്രയേറെ ബിസിനസ്സിനെ കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചുമൊക്കെ ഉത്കണ്ഠയുള്ളയാൾ എന്തിന് മരണം തന്നെ തെരഞ്ഞെടുത്തു? ഇവിടെയാണ് നമുക്ക് അടിമുടി ദുരൂഹതയുള്ളത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ഇപ്പോൾ റോയിയുടെ കുടുംബം തുടർ ആരോപണങ്ങൾ ഉയർത്തുന്നത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ആദായ നികുതി വകുപ്പിനോടും ED ഉദ്യോഗസ്ഥരോടുമൊക്കെ കലിപ്പുള്ള DK ശിവകുമാറിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗളൂരു പോലീസ് കൃത്യമായി അന്വേഷണം നടത്തിയാൽ IT ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെങ്കിൽ അവരെ കൊടുക്കാൻ കഴിയും. എന്നാൽ മറുവശത്ത് റോയിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദുരൂഹതകൾ ഇപ്പോൾ ചൂഴ്ന്നു പുറത്തേക്ക് വരുന്നു. ശനിയാഴ്ച ബംഗളൂരുവിലെ ബൗറിംഗ് ആശുപത്രിയിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് തലവൻ CJ റോയിയുടെ മരണം ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2025 ഡിസംബർ 3 കൊച്ചിയിലെ IT ഉദ്യോഗസ്ഥർ ആദ്യം ബംഗളൂരുവിൽ പരിശോധനയ്ക്കെത്തിയത്. കുറച്ച് ദിവസം അവർ ബംഗളൂരുവിൽ തങ്ങി പരിശോധന നടത്തി. ഒടുവിൽ ജനുവരി 28 ഉദ്യോഗസ്ഥർ വീണ്ടും എത്തുന്നത്. ദുബായിലായിരുന്ന റോയിയെ ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തി. റോയി ബംഗളൂരുവിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ സൂചനകളും പുറത്തു വരുന്നു. നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു ഇരയാണ് CJ റോയി എന്ന് മാത്യു കുഴൽനാടൻ MLA പോലെയുള്ളവർ പറയുന്നു. CJ റോയിയെ പൊതുവെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമൊക്കെ വാഴ്ത്തിയിരുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമെന്നാണ്. കോൺഫിഡൻറ്റ്, അത് CJ റോയി, ഇതായിരുന്നു മാധ്യമങ്ങളുടെ ടാഗ് ലൈൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ കൃത്യമായ ഒരു തിരക്കഥയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമ്മയെ വിളിക്കാനെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് സ്വന്തം ക്യാബിനിലേക്ക് അദ്ദേഹം നടന്നു കയറിയത്? തികച്ചും ആത്മവിശ്വാസത്തോടെ സംസാരിച്ചിരുന്ന, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഒരൊറ്റ നിമിഷത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമോ? അദ്ദേഹം വെടിയുതിർത്തത് സൈലൻസർ ഘടിപ്പിച്ച ഒരു തോക്കിൽ നിന്നാണ്. എന്തിനാണ് സൈലൻസർ ഘടിപ്പിച്ച ഒരു തോക്ക് അദ്ദേഹം കൈവശം വച്ചിരുന്നത്? ഇത്ര വലിയൊരു ദുരന്തം നടന്നിട്ടും അദ്ദേഹത്തിൻ്റെ ക്യാബിനുള്ളിൽ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ MDയും ഒക്കെ കയറിയത് 15 മിനിറ്റുകൾക്ക് ശേഷം. ഈ സമയത്ത് CCTV ക്യാമറകൾ പോലും പ്രവർത്തിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഏറെ ദുരൂഹത നമുക്ക് തോന്നും. സ്ലോവക് റിപ്പബ്ലിക്കിൻ്റെ ഹോണററി കോൺസുൽ ജനറലാണ് CJ റോയി. കോൺസുലിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതും CJ റോയിയുടെ ഇതേ ഓഫീസ് കെട്ടിടത്തിൽ. റോയിയെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ IT ഉദ്യോഗസ്ഥർ ഭയപ്പെടുത്തിയിരുന്നു എങ്കിൽ ജീവനക്കാർ അക്കാര്യം വിശദമായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ മൊഴിയായി നൽകിയേനെ. അത്തരം മൊഴി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലില്ല. നാളുകൾക്ക് മുൻപ് ദുബായിൽ വെച്ച് ഒരു വലിയ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു CJ റോയി. മലയാളത്തിലെ അധികം നിരവധി സിനിമ നടീനടന്മാർ ആ പാർട്ടിയിൽ പങ്കെടുത്തു. വിദേശ നിക്ഷേപകരെ പരമാവധി ആകർഷിക്കലായിരുന്നു ഈ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് റോയി വിശദീകരിച്ചിരുന്നു. എന്നാൽ ബംഗളൂരുവിൽ അടുത്ത കാലത്ത് വിറ്റ ചില പ്രോപ്പർട്ടികളുടെ കോടിക്കണക്കിന് കൈമാറ്റ തുക ഇത് കള്ളപ്പണ ഇടപാടിലൂടെ ദുബായിലേക്ക് കടത്തിയോ? ഇത് സംബന്ധിച്ച ദുരൂഹതകൾ നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ എത്തിയിരുന്നു. നിരവധി അക്കൗണ്ടുകളിലൂടെ ദുബായിലേക്ക് CJ റോയി കള്ളപ്പണം മാറ്റിയോ? ദുബായിൽ ഒരു ക്രാഷ് ലാൻഡിംഗ് നടത്തണമെങ്കിൽ വലിയ വമ്പന്മാരായ ബിൽഡേഴ്സുമായി മത്സരിക്കേണ്ടതുണ്ട്. ആ മത്സരത്തിന് വലിയ തുക അവിടെ സമാഹരിക്കണം. അത് നേരായ മാർഗത്തിലൂടെ അല്ലായിരുന്നോ? സ്ലോവേക്കിയയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ദുരൂഹ ഇടപാടുകൾ CJ റോയി നടത്തിയിരുന്നു. ബംഗളൂരു കീഴടക്കി ഇന്ത്യയിൽ വലിയ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്ത CJ റോയിക്ക് വലിയൊരു മോഹമുണ്ടായിരുന്നു. UAE കേന്ദ്രമാക്കി ഒരാഗോളതലത്തിലേക്ക് തൻ്റെ ബിസിനസ് ബ്രാൻഡ് വളർത്തിയെടുക്കുക, അതിനെ കൂടുതൽ ലോകോത്തരമാക്കുക. അതിനുവേണ്ടി അത്യാർത്തിയിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം കടുംകൈ ചെയ്തിരുന്നു. നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ റോയി കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് കടന്നു. അതോ പഴയ നമ്പൂതിരി ശാപം പോലെ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തിദോഷം റോയിയെ ഭയപ്പെടുത്തിയിരുന്നോ? ലാപ്ടോപ്പിൽ എന്തായിരുന്നു ഒളിപ്പിച്ചു വെച്ചത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമല്ല. കാരണം CJ റോയിയുടെ ജീവിതവും മരണവുമൊക്കെ ദുരൂഹതകളുടെ ഒരു കൂമ്പാരമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.